ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഈ മനുഷ്യന്റെയും റബ്ബിന്റെയും ഇടയിലെ ട്രാൻസ്ലേറ്റർ, ഒരു ഭാഷാന്തരം ചെയ്യുന്നയാളില്ല. റബ്ബിനോട് നേരിട്ട് സംസാരിക്കുകയാണ്, അല്ലാഹ് നേരിട്ട് ചോദിക്കുകയാണ്. ഫയൻദുറു അയ്മന മിൻ, അവൻ വലത്തോട്ട് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, മുന്നിലേക്ക് നോക്കുമ്പോ അവൻ ചെയ്തിരിക്കുന്ന അമലുകളാണ് അവൻ കാണുന്നത്. വയൻദുറു അശ്അമ മിൻ, അവൻ ഇടത്തോട്ട് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങളാണ് ഇടത്തുഭാഗത്തും കാണുന്നത്. വയൻദുറു ബൈന യദൈ, അവൻ മുന്നോട്ട് നോക്കും. മുന്നോട്ട് നോക്കുമ്പോ ഫലാ യറാ ഇല്ലന്നാറ തിൽഖാഅ വജ്ഹിഹി, മുഖത്തിന് നേരെ നരകമിങ്ങനെ കത്തിജ്വലിക്കുകയാണ്, നരകമിങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫത്തഖുന്നാർ ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, ആ നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഒരു ഈത്തപ്പഴത്തിന്റെ ചീല കൊണ്ടെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നരകത്തിൽ പോകാതെ ശ്രദ്ധിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം അത് മതിയാകും ചിലപ്പോൾ രക്ഷപ്പെടാൻ. നമ്മുടെ കഴിവനുസരിച്ച്, അള്ളാഹു ചെയ്ത നിഅമത്തിനനുസരിച്ച് നമ്മൾ ഈത്തപ്പഴത്തിന്റെ കഷ്ണം അതേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പരിശുദ്ധനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. സ്വർഗ്ഗം കണ്ട റസൂലുള്ളാഹ്, നരകം കണ്ട റസൂലുള്ളാഹ് എല്ലാം കണ്ടിട്ടുണ്ട്. സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും കണ്ടു, നരകത്തിന്റെ അദാബും കണ്ടു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലൗ തഅലമൂൻ, വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീലാ വലബകൈതും കതീറാ. സഹാബത്തിനോട് പറയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്, സഹാബ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലദഹിക്തും ഖലീലാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങൾക്ക് വല്ലാതെ എന്ന് ചിരിക്കാൻ പറ്റൂല. നമ്മൾ ചിരിക്കാനും അർമാദിക്കാനും എങ്ങനെ ചാൻസ് ഉണ്ട് എന്ന് ഗവേഷണം നടക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെ? ആഘോഷങ്ങളെ പെരുപ്പിക്കാൻ എല്ലാം ആഘോഷങ്ങളാക്കി മാറ്റാൻ പറ്റുമോ? എങ്ങനെ ഓരോ ഡേകൾ ഓരോ പേര് വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഓരോ ദിവസങ്ങള് ഒക്കെ ആഘോഷിക്കുകയാണ്, ആടിത്തിമർക്കുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലമഹിത്തും ഖലീല, നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ. വലബകൈതും കതീറ, നിങ്ങൾ ധാരാളം കരയേണ്ടി വരുമായിരുന്നു. വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുശ്, നിങ്ങൾക്ക് ഭാര്യമാരോടൊത്ത് സഹശയനം നടത്താൻ, ഭാര്യമാരോടൊത്ത് സുഖിച്ചുകൊണ്ട് ജീവിക്കാൻ മനസ്സ് വരില്ലായിരുന്നു. വലഖറജ്തും ഇലസ്സുഉദാതി തജ്അറൂന ഇലല്ലാഹി തആല, നിങ്ങൾ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് എല്ലാറ്റിനെക്കുറിച്ചും ചോദിക്കും, എല്ലാറ്റിനെക്കുറിച്ചും ചോദിക്കും. എന്റെ അടിമയുടെ കാല് മാറ്റിവെക്കാൻ കഴിയില്ല, തന്റെ ആയുസ് അൻ ഉംരിഹി ഫീമ അഫ്നാ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു മറുപടി പറയാതെ കാലൊന്ന് അനക്കാൻ പോലും പറ്റില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ആയുസിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും, എന്തിന് വിഷയത്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഈ ആയുസിനെ നീ കളഞ്ഞത് എന്ന് അല്ലാഹു തആല ചോദിക്കും. ആയുസ് മുഴുവൻ എന്തിന് കളഞ്ഞു അള്ളാഹിനോട് ചോദിക്കും. അള്ളാഹ് ചോദിക്കുമ്പോ റബ്ബിനോട് മറുപടി പറയണം. വഅൻ ഇൽമിഹി ഫീമ ഫഅൽ, നമ്മൾ അറിഞ്ഞ വിഷയങ്ങളെക്കുറിച്ച്, അറിവുകളെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. ആ അറിവുകൾ ഉണ്ടായിട്ട് എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു അല്ലാഹു തആല ചോദിക്കും. വഅൻ മാലിഹി, തന്റെ സമ്പത്തിനെ കുറിച്ചും അല്ലാഹു ചോദിക്കും. മിൻ ഐന കസബഹു, എവിടെന്നാണ് ആ സമ്പത്തുണ്ടാക്കിയത്. വഫീമ അൻഫഖഹു, എന്തിനു വേണ്ടിയാണ് സമ്പത്ത് ചെലവഴിച്ചത്. ഇങ്ങനെ 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മറുപടി പറയാതെ ഒരടിമക്കും കാൽപ്പാദം മാറ്റിവെക്കാൻ കഴിയില്ലെന്ന്, കാലടി മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ കഴിയില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ